നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ കുറേ കാലമായി കേൾക്കാൻ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയാണിത്. ഗൾഫ് യുദ്ധം അവസാനിക്കുന്നു. ഇറാന്റെ മേൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി പ്രഖ്യാപിച്ച യുദ്ധം തീരുകയാണ്. ഏതാണ്ട് ഒരു മാസമായി വെടിനിർത്തലാണ്. ഈ വെടിനിർത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ അമേരിക്ക ലംഘിച്ചപ്പോൾ ഇറാൻ വീണ്ടും UAE ആക്രമിച്ചിരുന്നു 2 തവണ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം അവിടേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. എന്നാൽ അമേരിക്ക നാടകീയമായി യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു. ഇറാനെ പ്രകോപിപ്പിച്ച പ്രോജക്റ്റ് ഫ്രീഡം പിൻവലിച്ചു. നമുക്കറിയാം, ഈ ഒരു വെടിനിർത്തൽ തുടങ്ങിയതിന് ശേഷം പ്രതിസന്ധിയായി ഇത് മാറാൻ കാരണം പ്രോജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ ഏതാണ്ട് 23,000 പേരെ രക്ഷിക്കാൻ ഒരു ശ്രമം ട്രംപ് നടത്തിയിരുന്നു. ഏതാണ്ട് 2,000-ലധികം എണ്ണക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാന്റെ മേൽ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തുന്നു. ഉടനടി ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇത്തരമൊരു പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് എന്ന് ആർക്കും അറിയില്ല. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്നവർ കരുതിയില്ല. അഥവാ അങ്ങനെ ശ്രമിച്ചാലും 3-4 ദിവസം കൊണ്ട് ഇറാനെ നിഷ്പ്രഭമാക്കുമെന്നും ചുട്ടരിക്കുമെന്നും യുദ്ധം ജയിക്കുമെന്നും അവർ കണക്കുകൂട്ടി. പക്ഷേ യുദ്ധം നീണ്ടുപോയി. 2 മാസം പിന്നിട്ടു. സമാധാന ചർച്ചകൾക്ക് ഫലം കണ്ടില്ല. ഇറാൻ അടങ്ങിയില്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയത് ഏതാണ്ട് 2,000-ലധികം എണ്ണ കപ്പലുകളാണ്. അവയിൽ പലതും എണ്ണയും ഗ്യാസും നിറച്ചവയാണ്. അവർക്ക് കടന്നു പോരാൻ കഴിഞ്ഞിരുന്നില്ല. 23,000-ഓളം ജീവനക്കാർ ഈ കപ്പലുകളിലുണ്ട്. അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നു. അത് വിജയിക്കാതെ വന്നപ്പോൾ പ്രോജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ ട്രംപ് പ്ലാൻ ചെയ്യുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ സഹായത്തോടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ മുകളിൽ പറത്തി രക്ഷിക്കാനായിരുന്നു. പക്ഷേ ഇറാൻ ആക്രമിച്ചു. ആ പ്രോജക്റ്റിന്റെ ഭാഗമായി കുറച്ച് കപ്പലുകളെ അവർക്ക് ഹോർമുസ് കടലിടുക്ക് വഴി കടത്താൻ കഴിഞ്ഞു. പക്ഷേ ഇറാന്റെ ആക്രമണമുണ്ടായി. പെന്റഗൺ ഇതിനോട് നോ പറഞ്ഞു എന്നതാണ് വാസ്തവം. ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ട്രംപ് പ്രോജക്റ്റ് ഫ്രീഡം നിർത്തിവെച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു. ഇറാനുമായി ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇറാൻ വഴങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇറാൻ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കും എന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് പ്രോജക്റ്റ് ഫ്രീഡം നിർത്തുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇറാൻ അപ്പോൾ തന്നെ നിഷേധിച്ചു. അമേരിക്ക പേടിച്ചു പോയതാണ്, അവർ നിർത്തിപ്പോയതാണ്, അവരുടെ ഓപ്പറേഷൻ ഫ്രീഡം ചീറ്റിപ്പോയി എന്ന് ഔദ്യോഗികമായി തന്നെ ഇറാൻ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനോട് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പെട്ടെന്ന് വീണ്ടും യുദ്ധം ആരംഭിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടത് ഈ ഓപ്പറേഷൻ ഫ്രീഡം ആയിരുന്നു. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അവസാനിപ്പിച്ചതോടെ ഇറാൻ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി. അമേരിക്കയും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് പാകിസ്ഥാൻ വഴി. ഈ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് വാർത്തകൾ. അമേരിക്ക മുമ്പോട്ട് വെച്ച് 14 ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെ ഇറാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. നല്ല ചർച്ച നടക്കുകയാണ്. യുദ്ധം ഏതു നിമിഷവും അവസാനിക്കും. 48 മണിക്കൂറിനുള്ളിൽ ഡീലിൽ ഒപ്പിടും എന്നൊക്കെ ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാന്റെ വിദേശകാര്യ വക്താവ് ചർച്ച നടക്കുന്നുണ്ട് എന്നത് സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ വിഷ് ലിസ്റ്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അത്തരമൊരു വിഷ് ലിസ്റ്റിനെ ഞങ്ങൾ ഓക്കെ പറയില്ല എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രംപ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, കീഴടങ്ങാൻ തയ്യാറാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. BBC-യും റോയിറ്റേഴ്സും അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഇങ്ങനെ മുമ്പോട്ട് പോവാൻ കഴിയാത്തതുകൊണ്ട് അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് അമേരിക്ക വഴങ്ങുന്നു. അമേരിക്കയ്ക്ക് വഴങ്ങാതെ മറ്റൊരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യമുണ്ടായി. ഇറാനോട് ഒരുപാട് ആവശ്യങ്ങൾ ചോദിച്ചെങ്കിലും ഇറാൻ അതിനൊന്നും വഴങ്ങിയില്ല. ഒരു കാര്യം മാത്രം ഇറാൻ ഭാഗികമായി വഴങ്ങി. യുറേനിയം എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ യുറേനിയൻ സമ്പുഷ്ടീകരണം. യുറേനിയൻ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നു എന്നത് തന്നെയായിരുന്നു യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. ആ യുറേനിയം സമ്പുഷ്ടീകരണം 12-15 വർഷത്തേക്ക് നീട്ടിവയ്ക്കാൻ ഇറാൻ സമ്മതിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഒരേ ഒരു വിട്ടുവീഴ്ച. അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. യുറേനിയൻ സമ്പുഷ്ടീകരണം നിർത്തിവയ്ക്കാം തൽക്കാലത്തേക്ക് എന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്തു ചെയ്യും? അമേരിക്ക അവകാശപ്പെടുന്നത് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്നാണ്. എന്നാൽ ഏത് സ്ഥലത്തേക്ക് എന്ന് പറയുന്നില്ല. ഇറാൻ വിശദീകരിക്കുന്നത് അതേക്കുറിച്ചൊരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നാണ്. ഇറാൻ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം അവർ തന്നെ സൂക്ഷിക്കുമെന്ന സൂചനയാണ്. എന്നാൽ സമാധാനത്തിന് വേണ്ടി അമേരിക്ക പറഞ്ഞതുപോലെ ഞങ്ങൾ നീക്കാം എന്ന് സമ്മതിക്കുന്നു. എപ്പോഴെന്നോ എങ്ങനെയെന്നോ ഒന്നും സമ്മതിക്കുന്നില്ല. ഇതിന് പ്രതിഫലമായി ഇറാന് കിട്ടുന്നത് നിസ്സാരമായ കാര്യങ്ങളല്ല. യുദ്ധം അവസാനിക്കുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്. ഇറാന്റെ മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ അമേരിക്ക പിൻവലിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ കാലമായി ഇറാന്റെ മേൽ ഒരുപാട് ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു. ഇറാൻ എണ്ണ വിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ പോലും നിന്നുപോയി. അമേരിക്കയുടെ ഉപരോധമുള്ളപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അത്തരം കമ്പനികൾ അമേരിക്ക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും.
അതുകൊണ്ടാണ് ചൈന പാകിസ്ഥാൻ ബന്ധത്തിന് ബദലായി ഇറാനിൽ ഇന്ത്യ ഒരു തുറമുഖം നിർമ്മിച്ചത് പോലും തൽക്കാലം നിർത്തിവെച്ച് ഇറാന് കൈമാറേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ മേലുള്ള ഉപരോധം പിൻവലിക്കുമെന്നാണ്. അത്തരമൊരു പിൻവലിക്കൽ സംഭവിച്ചാൽ സ്വാഭാവികമായും അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യയും ഇറാനും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ്. ഇന്ത്യയും ഇറാനും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. ഇന്ത്യക്ക് ലഭിക്കുന്ന വില കുറഞ്ഞ ഗുണനിലവാരമുള്ള എണ്ണ ഇറാനിൽ നിന്നാണ്. അതൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കുണ്ടാവും. അങ്ങനെ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക സമ്മതിക്കുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ഫ്രീസ് ചെയ്തിരിക്കുന്ന അസറ്റുകൾ, ഇറാന്റെ കോടാനുകോടിയുടെ സ്വത്തുക്കൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഇറാന്റെ മറ്റ് രാജ്യങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളൊക്കെ അമേരിക്ക ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന സ്വത്തുക്കൾ, മരവിപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കൾ റിലീസ് ചെയ്യും, അത് വിട്ടുകൊടുക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങൾ ഉപരോധമാണ്. കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല, എണ്ണ കൊടുക്കാൻ പറ്റുന്നില്ല. 2, അവരുടെ അസറ്റുകൾ, അവരുടെ ആസ്തികൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. അവരുടെ പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള അവരുടെ ആസ്തികൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. അവയൊക്കെ അവർക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിന്റെ പുറത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായേക്കും എന്നാണ് സൂചന. വാസ്തവത്തിൽ അമേരിക്ക കീഴടങ്ങിയിരിക്കാൻ ഇറാന് മുമ്പിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ യുദ്ധം അവസാനിപ്പിച്ച് തടിതപ്പുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ കരുത്തരാവും. യുദ്ധത്തിന് മുമ്പ് അവർക്ക് ഉപരോധമുണ്ട്. യുദ്ധത്തിന് മുമ്പ് അവരുടെ ആസ്തികൾ മരവിപ്പിച്ചിരിക്കുന്നു. ഇത് രണ്ടും അവസാനിപ്പിക്കും. ഇതിനുവേണ്ടി ഇറാൻ ചെയ്തു കൊടുക്കേണ്ടത് 1, സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക എന്ന ഒരു പ്രക്രിയ മാത്രം. 2, ഹോർമൂസ് കടലെടുക്ക് അവർ തുറന്നു കൊടുക്കണം. ഹോർമൂസ് കടലെടുക്ക് നേരത്തെ തുറന്നിരുന്നതാണ്. അതിന് പൂർണ്ണാവകാശം അവർക്കാണെന്ന് പറഞ്ഞ് യുദ്ധത്തിനിറങ്ങിയപ്പോൾ പ്രതിരോധിച്ചു. അതിനവർ വഴങ്ങണം. പഴയപടിയിലേക്ക് ഹോർമൂസ് കടലെടുക്കിനെ മാറ്റിക്കൊടുക്കണം. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയത്. ഇറാൻ ഇങ്ങനെ ചെയ്യുമെന്ന് അമേരിക്ക ഒരിക്കൽ പോലും കണക്ക് കൂട്ടിയില്ല. ഇങ്ങനെ ചെയ്താലും അതിനെ മറികടക്കാമെന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അതെല്ലാം പാളിപ്പോയി. ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കും, യുറേനിയൻ സമ്പുഷ്ടീകരണം വൈകിപ്പിക്കും. ഇക്കാരണത്താൽ യുദ്ധത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇറാന്റെ അവസ്ഥ, അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാവും. കാരണം ഉപരോധം യുദ്ധത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. ഇറാന്റെ ആസ്തികൾ നേരത്തെ മരവിപ്പിച്ചിരുന്നു. യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടായതല്ല. അവയെല്ലാം വിട്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാൻ കൂടുതൽ കരുത്തോടുകൂടി മുമ്പോട്ട് വരും. ഇത് 2 പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട്. 1, ട്രംപിന്റെ പ്രതിച്ഛായ ഇത് ബാധിക്കും. 2015 സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഒബാമ ഭരണകൂടം ഇതിനേക്കാൾ നല്ല കരാറായിരുന്നു ഇറാനുമായി ഉണ്ടാക്കിയത്. ഈ കരാർ അമേരിക്കയെ വഞ്ചിച്ച കരാറാണ് എന്നാണ് ട്രംപ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ഇറാനുമായി ഒബാമ ഭരണകൂടം ഉണ്ടാക്കിയ ന്യൂക്ലിയർ കരാർ റദ്ദു ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു മരവിപ്പിക്കലും മറ്റും സംഭവിച്ചത്. ഒബാമ അന്ന് ഒപ്പിട്ടതിനേക്കാൾ അമേരിക്കൻ താല്പര്യം കുറഞ്ഞ നിലയിൽ സംരക്ഷിക്കുന്ന കരാറിൽ ഒപ്പിടേണ്ടി വരികയാണ് ഇപ്പോൾ. ഇത് ട്രംപിന്റെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിക്കും. ഒബാമയെ ചീത്ത വിളിച്ചു, ആ കരാർ റദ്ദാക്കി, പണി ചോദിച്ചു വാങ്ങി അനേകം അമേരിക്കക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. യുദ്ധമെന്ന ഒരു കാര്യവുമില്ലാത്ത ഇടപാടിലേക്ക് പോയി, വിപണിയെ ബാധിച്ചു. ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് ദോഷമുണ്ടാക്കാൻ ട്രംപിന്റെ നിലപാട് കാരണമായി എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒബാമയെ കുറ്റം പറഞ്ഞ ട്രംപ് അതിന് പേരിൽ റദ്ദാക്കിയ കരാർ പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ട്രംപിന്റെ ജനപ്രീതി വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പോലും ട്രംപിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. മറുഭാഗത്ത് പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണമായി. അമേരിക്ക വിശ്വസിച്ചായിരുന്നു UAEയും സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും ബഹ്റൈനും ഒക്കെ കഴിഞ്ഞിരുന്നത്. ഈ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഈ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ഇറാനെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് അമേരിക്ക പിൻവലിയുമ്പോൾ ഈ രാജ്യങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് UAE മാത്രം ഇസ്രായേലുമായി നേരിട്ട് ബന്ധത്തിന് ശ്രമിക്കുകയും ഇസ്രായേലിന്റെ സംരക്ഷണം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾ, അതായത് സൗദിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ബദൽ പരീക്ഷണത്തിന് ഇറങ്ങിയെന്ന് വരാം. അമേരിക്ക പശ്ചിമേഷ്യയിൽ കൂടുതൽ ദുർബലമായിരിക്കുന്നു. ഇറാൻ കൂടുതൽ ശക്തമായിരിക്കുന്നു. എന്തായാലും യുദ്ധം അവസാനിക്കുന്നു എന്നത് സന്തോഷ സൂചകമാണ്. അതേസമയം ഇസ്രായേലിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇസ്രായേൽ ലെബനോനിൽ ആക്രമണം തുടരുന്നു. ഏപ്രിൽ 17 വെടിനിർത്തലിന് ശേഷം ആദ്യമായി ബെയ്റൂട്ട് നഗരത്തിൽ ഇന്നലെ ബോംബിട്ടു. ലെബനോനിൽ ബുധനാഴ്ച നടത്തിയ ആക്രമണത്തിൽ മാത്രം 13 പേർ കൊല്ലപ്പെട്ടതായി ലെബനോൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസയിലേക്കും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി എന്ന് ഹമാസ് ഇന്നലെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു. ഇസ്രായേൽ ഈ ചർച്ചകളിൽ ഒന്നും ഭാഗമല്ല. അവർ അവരുടെ പ്രവൃത്തി തുടരുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച യുദ്ധം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാൻ ശക്തിപ്പെട്ടിരിക്കുന്നു, ഒരു വിധത്തിൽ തലയൂരുന്നു. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും മലയാളികൾ അടക്കമുള്ള പശ്ചിമേഷ്യയിൽ താമസിക്കുന്നവർ സന്തോഷത്തിലാണ്. കാരണം യുദ്ധമൊഴിയുകയാണ്, ആശങ്ക ഒഴിയുകയാണ്. എണ്ണവില താഴാൻ തുടങ്ങി, ഓഹരി വിപണി ഉയർന്നു. UAEയും സൗദി അടക്കമുള്ള രാജ്യങ്ങൾ സാധാരണ നിലയിലേക്ക് കടക്കുകയാണ്. ഏറെ വേഗത്തിൽ സകല വിമാന സർവീസുകളും പുനഃസ്ഥാപിക്കും. ലോകം പഴയപടിയിലേക്ക് മാറും.